ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ രാവിലെ ബേപ്പൂർ ബീച്ച് കാണാൻ വന്നതാട്ടോ. അപ്പോൾ അവിടെ മറ്റേ ബോട്ടിലൊക്കെ പോകുന്ന സർവീസ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി കേട്ടോ. ഞങ്ങൾ 4-5-6 ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് 400 രൂപക്ക് ബോട്ടിൻ്റെ അത് കിട്ടി കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനത്തിൽ ബോട്ടിലൊക്കെ കയറുന്നത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഞാൻ അതിലൊന്നും കയറല്ല. അപ്പോൾ ഹസ്ബൻഡ് മക്കളെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ കയറി നോക്കാനുള്ളതിൽ ഒരു ഉറപ്പിൽ ഞാനും കയറി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാനും. കയറി ജീവിതത്തിൽ ആദ്യമായിട്ട് ആസ്വദിച്ചൊരു സംഭവം കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി, നല്ല സന്തോഷത്തിലൊക്കെ കയറി വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ കാഴ്ചകളും വെള്ളത്തിലൂടെയുള്ള യാത്ര. എൻ്റെ മുമ്പൊക്കെ അവസരം കിട്ടിയിട്ട് എൻ്റെ പേടിയുണ്ട് ഞാൻ എവിടെയും കയറില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാൻ ഒരാളുണ്ട് കേട്ടോ. ഇനി വീഡിയോയിൽ പറയുന്നത് നമ്മൾ തോണികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കപ്പലുകളും തോണികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ 5-6 വർഷം കഴിയുമെന്നൊക്കെയാണ് അവർ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പങ്കെടുത്ത മുമ്പ് കയറിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനും എൻ്റെ കുട്ടികളും ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. കുട്ടികൾ പിന്നെ സ്കൂളിലൊക്കെ പോയപ്പോൾ കണ്ട്. അത് നമ്മൾ കഴിഞ്ഞു പോയത് നമ്മൾ ഫിഷ് ഹാർബറാണ്. അവിടെ പോയ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. പിന്നെ ഓരോ കാഴ്ചകൾ, പിന്നെ സ്വന്തമായിട്ട് അവിടെ തോണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരോട് നമ്മൾ പൈസ കൊടുത്തു വാങ്ങണം. അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ ഈ പുഴ കടന്നാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ബേപ്പൂരിനോട് ബൈ പറഞ്ഞ് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ